നമസ്കാരം. അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ ഡയറക്ടർ ജോസഫ് കെന്റ് തന്റെ സ്ഥാനത്തു നിന്നും രാജിവെച്ചിരിക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹം സമർപ്പിച്ച രാജിക്കത്തിലെ വിവരങ്ങൾ അമേരിക്കൻ വിദേശ നയങ്ങളെയും ഇസ്രയേൽ ബന്ധത്തെയും കുറിച്ചുള്ള കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്താണ് ഈ കത്തിന് പിന്നിലെ യാഥാർത്ഥ്യം? അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു തലത്തിലേക്ക് മാറുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ജോസഫ് കെന്റ് സമർപ്പിച്ച രാജിക്കത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയുടെ താൽപ്പര്യമല്ല, മറിച്ച് ഇസ്രയേലിൻ്റെയും അമേരിക്കയിലെ ചില ലോബികളുടെയും സമ്മർദ്ദഫലമായി ഉണ്ടായതാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഇറാൻ അമേരിക്കയ്ക്ക് പെട്ടെന്നുള്ള യാതൊരു ഭീഷണിയും ഉയർത്തുന്നില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. രണ്ടാമതായി, ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്തെ വിദേശ നയങ്ങളെ അദ്ദേഹം പ്രശംസിക്കുന്നുണ്ടെങ്കിലും നിലവിലെ ഭരണകൂടം വഴിതെറ്റിപ്പോയതായി അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഇറാഖ് യുദ്ധത്തിന് സമാനമായ ഒരു കെണിയിലേക്കാണ് അമേരിക്ക വീണ്ടും നടന്നു നീങ്ങുന്നത് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. വെറുമൊരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി ഒരു സൈനികൻ എന്ന നിലയിലുള്ള തൻ്റെ അനുഭവങ്ങളാണ് കെന്റ് ഇവിടെ പങ്കുവെക്കുന്നത്. 11 തവണ യുദ്ധമുഖത്ത് സേവനമനുഷ്ഠിച്ച ഒരു വെറ്ററനാണ് അദ്ദേഹം. അതിലുപരി അദ്ദേഹം തൻ്റെ സങ്കടവും രോഷവും പ്രകടിപ്പിക്കുന്നു. ഇസ്രായേൽ താൽപ്പര്യങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ട ഒരു യുദ്ധത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഷാനനെ നഷ്ടപ്പെട്ട ഒരാളാണ് താനെന്ന് അദ്ദേഹം കത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അമേരിക്കൻ യുവതയെ ഇനിയും അനാവശ്യ യുദ്ധങ്ങളിലേക്ക് തള്ളിവിടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ വൈകാരികമാണ്. പ്രതിരോധ വാർത്തകൾ നിരീക്ഷിക്കുന്നവർക്ക് ഈ രാജി ഒരു വലിയ സൂചനയാണ് നൽകുന്നത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സാന്നിധ്യവും ഇറാൻ നയവും പെൻറ്റഗണിലും വൈറ്റ് ഹൗസിലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇറാനുമായുള്ള ഒരു നേരിട്ടുള്ള യുദ്ധം അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥയെയും ലോക സമാധാനത്തെയും എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ആഭ്യന്തര കലഹങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഈ കത്തിന് സാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിദേശ നയം ഇനി ഏത് ദിശയിലേക്കാണ് നീങ്ങുക? ട്രംപ് ഭരണകൂടം ഈ രാജിയോട് എങ്ങനെ പ്രതികരിക്കും? ലോകം ഉറ്റുനോക്കുകയാണ്. ജോസഫ് കെന്റിന്റെ ഈ നിലപാട് മറ്റ് ഉദ്യോഗസ്ഥരിലും പ്രതിഫലിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.